ഇനി നമ്മൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. അനന്തകാലം ഒരാളെ തടവിലിടുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CBI കേസിൽ ജാമ്യം. എന്നാൽ അറസ്റ്റിന്റെ നിയമസാധുതയിൽ ഭിന്നവിധിയാണ് സുപ്രീം കോടതിയുടേത്. CBI കൂട്ടിലടച്ച തത്തയാകരുതെന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ വിമർശിച്ചു. ജാമ്യം ലഭിച്ചതോടെ അരവിന്ദ് കെജ്രിവാളിന് ജയിലിന് പുറത്തിറങ്ങാം. ജാമ്യത്തിന്റെ കാര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യമാണ് പരമപ്രധാനമെന്നും ഒഴിവാക്കാനാകാത്ത ഘട്ടത്തിൽ മാത്രമാണ് ജയിലെന്നും ചൂണ്ടിക്കാട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. വിചാരണ ഉടൻ പൂർത്തിയാകാൻ സാധ്യതയില്ലെന്നും അനന്തകാലത്തേക്ക് ജയിലിലിടുന്നത് ശരിയല്ലെന്നും കോടതി. വിചാരണ കോടതിയുമായി സഹകരിക്കണം, 10 ലക്ഷം രൂപയുടെ ബോണ്ട്, കേസിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. എന്നാൽ അറസ്റ്റിന്റെ നിയമസാധുതയിൽ ഭിന്നവിധികളാണ് രണ്ടംഗ ബെഞ്ചിന്റേത്. CBIയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ജസ്റ്റിസ് സൂര്യകാന്ത് തള്ളി. എന്നാൽ CBIയുടെ അറസ്റ്റ് നടപടികൾക്ക് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാന്റെ രൂക്ഷ വിമർശനം. CBI കൂട്ടിലടച്ച തത്തയാകരുതെന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണോ, സ്ഥിരജാമ്യം അനുവദിക്കണോ, ഈ കാര്യങ്ങളാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. വിധിയെ ആം ആദ്മി പാർട്ടി സ്വാഗതം ചെയ്തു. സത്യം ജയിച്ചുവെന്ന് മനീഷ് സിസോദിയ. भारतीय जनता पार्टी चुनाव में नहीं जीत पाती, पार्टी को नहीं तोड़ पाती, तो एक इंश्योरेंस अरेस्ट किया गया कि इस आदमी को जेल में डाल दो तो इनकी पार्टी टूट जाएगी, इनकी सरकारें ध्वस्त हो जाएंगी. लेकिन मैं बाबा साहब को और संविधान को याद करते हुए, धन्यवाद करते हुए, ऑनरेबल सुप्रीम कोर्ट को धन्यवाद करते हुए CBI രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി കെജ്രിവാളിന് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. CBI കേസിലും ജാമ്യം ലഭിച്ചതോടെ കെജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ജയിലിന് പുറത്തിറങ്ങാമെങ്കിലും ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അധികാരങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് ഉപയോഗിക്കാൻ കഴിയില്ല. ജാമ്യവ്യവസ്ഥയിൽ ഇതുകൂടി ഉൾപ്പെട്ടതാണ് കാരണം. അതേസമയം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അരവിന്ദ് കെജ്രിവാൾ എത്തുന്നത് ആം ആദ്മി പാർട്ടിയുടെ ആത്മവിശ്വാസം കൂട്ടും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, കെജ്രിവാൾ എപ്പോഴത്തേക്ക് പുറത്തിറങ്ങും? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? നടപടികൾ എന്തൊക്കെ പൂർത്തിയാവാനുണ്ട്? ജാമ്യം ലഭിച്ചു എന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശ്വാസകരമാണ്? ചില ഉപാധികൾ ഉണ്ടെങ്കിൽ കൂടി തെരഞ്ഞെടുപ്പുകൾ മുന്നിലുള്ള ഘട്ടത്തിൽ. ബൽറാം നെടുങ്ങാടി. റിജിത്ത്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. കെജ്രിവാളിന്റെ ഈ ജാമ്യം ലഭിച്ച വിധി പകർപ്പ് ജയിലിൽ എത്തിച്ച് മറ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാം. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അദ്ദേഹം തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങും എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. അതേസമയം ഈ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തന്റെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയില്ല ജാമ്യം ലഭിച്ചെങ്കിലും എന്നുള്ളത് ഒരു തിരിച്ചടിയാണ്. നേരത്തെ ED കേസിൽ ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യ വ്യവസ്ഥകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറരുത്, ഫയലുകളിൽ ഒപ്പുവെക്കരുത് തുടങ്ങിയ ഉപാധികൾ ഉണ്ടായിരുന്നു. ആ ഉപാധികൾ ഈ ജാമ്യത്തിലും വ്യവസ്ഥയായി തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ചുമതലകൾ അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി എന്ന പദവി ഉണ്ടെങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാന തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുന്നു. പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു താര നേതാവ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പ്രചരണത്തിൽ അദ്ദേഹത്തെ മുഴുവനായും തന്നെ അദ്ദേഹത്തെ ഇറങ്ങാൻ കഴിയും. അത് പാർട്ടിക്ക് കൂടുതൽ ശക്തി പകരും. സഖ്യ ചർച്ചകൾ പരാജയപ്പെട്ടു, ആം ആദ്മി പാർട്ടിക്ക് അത് തിരിച്ചടിയായി എന്ന വിലയിരുത്തലുകൾക്കിടയിൽ കെജ്രിവാളിന്റെ ജാമ്യം ആശ്വാസമാണ്. എന്നാൽ ഡൽഹിയിൽ ഇടക്കാല ജാമ്യം ലഭിച്ചത് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും തിരിച്ചടിയായി എന്ന രാഷ്ട്രീയ വിലയിരുത്തൽ ഉണ്ട്. കെജ്രിവാൾ ജയിലിനകത്തായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സഹതാപ തരംഗം ജാമ്യം ലഭിച്ചതോടെ നഷ്ടമായി എന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. ഈ പാർട്ടിയെ സംബന്ധിച്ച് എന്നാൽ പ്രചരണത്തിന് കെജ്രിവാളിനെ പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളത് ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഹരിയാന തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് കെജ്രിവാൾ എത്തുന്നത് ആം ആദ്മി പാർട്ടിക്ക് വലിയ ഊർജ്ജം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അധികാരങ്ങൾ ഉപയോഗിക്കരുത് എന്ന ജാമ്യവ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 5.5 മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത്. വലിയ നിയമ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടു. ആ നിയമ പോരാട്ടത്തിന്റെ നാൾ വഴിയിലേക്കാണ് ഇനി.
മാർച്ച് 24-നാണ് മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താൻ സുപ്രീംകോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു. മെയ് 10-ന് ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ജൂൺ 2-ന് അവസാനിച്ചിരുന്നു. തുടർന്ന് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക്. ജൂൺ 20-ന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ ജൂൺ 25-ന് ഡൽഹി ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തു. ഇതേ ദിവസം തന്നെ കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലായിരുന്നു അറസ്റ്റ്. കേജ്രിവാൾ പുറത്തിറങ്ങാതിരിക്കാൻ BJP നടത്തുന്ന നാടകമാണ് CBI അറസ്റ്റ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഇതിനുശേഷം ED കേസിൽ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും CBI കേസിൽ റിമാൻഡിലായതിനാൽ അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചനം സാധ്യമായില്ല. തുടർന്നാണ് CBI കേസിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ജാമ്യം നൽകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. സമാന കേസിൽ മനീഷ് സിസോദിയ, K കവിത, സഞ്ജയ് സിംഗ് എന്നിവർക്ക് സുപ്രീംകോടതി ജാമ്യം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. റിസർച്ച് ഡെസ്ക് 24. കെ ഫോൺ ഇടപാടിൽ പ്രതിപക്ഷ നേതാവിന്റെ ഹർജി തള്ളി ഹൈക്കോടതി. കെ ഫോൺ കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് തിരിച്ചടി. കരാർ ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. കെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായിട്ടില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനുള്ള രാഷ്ട്രീയ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി. കെ ഫോൺ കരാറിന് പിന്നിൽ ആസൂത്രിതമായ അഴിമതിയുണ്ടെന്നായിരുന്നു VD സതീശന്റെ ആരോപണം. എന്നാൽ ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷ നേതാവ് പരാജയപ്പെട്ടു. കെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഹർജി തള്ളി. പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്നും CAG റിപ്പോർട്ട് വന്നതിന് ശേഷം നിയമസഭയ്ക്ക് വിശദമായ പരിശോധന നടത്താവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ ഹർജി പരിഗണിക്കവേ പ്രതിപക്ഷ നേതാവിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ നിരന്തര ആരോപണമുന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനുള്ള രാഷ്ട്രീയ തിരിച്ചടി കൂടിയായി കോടതി വിധിയെ വിലയിരുത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യത്തിൽ കഴമ്പില്ലെന്ന കോടതി വിധി CPIM വരും ദിവസങ്ങളിൽ ആയുധമാക്കും. ഹൈക്കോടതിയിലെ തിരിച്ചടി പ്രതിപക്ഷ ആരോപണങ്ങളുടെ മൂർച്ച കുറയ്ക്കുമോ എന്നതും കാത്തിരുന്നു കാണണം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നിയമസഭാ കയ്യാങ്കളി കേസ് ഹൈക്കോടതി റദ്ദാക്കി. നിയമസഭാ കയ്യാങ്കളി കേസിൽ കോൺഗ്രസിന്റെ 3 മുൻ MLA-മാർക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കി. ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, K ശിവദാസൻ നായർ എന്നിവർക്കെതിരെയുള്ള കേസാണ് റദ്ദാക്കിയത്. പൊതുമുതൽ നശിപ്പിച്ചതടക്കം LDF MLA-മാർക്കെതിരായ കേസിനെ പൊളിക്കാൻ നടത്തിയ സർക്കാർ നീക്കത്തിനുള്ള തിരിച്ചടിയാണ് കോടതി വിധി. KM മാണിയുടെ ബജറ്റ് പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള പ്രതിഷേധത്തിനിടെ ജമീല പ്രകാശത്തെയും KK ലതികയെയും കയ്യേറ്റം ചെയ്തുവെന്നായിരുന്നു പരാതി. ജമീല പ്രകാശത്തിന്റെയും KK ലതികയുടെയും പരാതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ വർഷമാണ് 3 പേരെയും പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. പിന്നാലെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട 3 പേരും ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിലാണ് ഹർജി അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. അതേസമയം പൊതുമുതൽ നശിപ്പിച്ചതടക്കം LDF MLA-മാർക്കെതിരായ കേസിനെ പൊളിക്കാൻ നടത്തിയ സർക്കാർ നീക്കത്തിനാണ് ഇതോടെ തിരിച്ചടി നേരിടുന്നത്. കേസിൽ സർക്കാർ അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. V ശിവൻകുട്ടിയും EP ജയരാജനുമടക്കം 6 LDF നേതാക്കളാണ് പൊതുമുതൽ നശിപ്പിച്ചതിന് കേസിൽ പ്രതികളായത്. കേസ് എഴുതിത്തള്ളാൻ സർക്കാരും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രതികളും സുപ്രീം കോടതി വരെ പോയെങ്കിലും തിരിച്ചടി നേരിട്ടു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ. ലാൽ സലാം സഖാവി എന്ന് പറയുന്ന അനിൽകുമാറിനെ പോലുള്ള പ്രേക്ഷകർ. അതുപോലെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കൊപ്പം ചേരുന്നുണ്ട് അർച്ചനയെ പോലുള്ള പ്രേക്ഷകർ. PV അൻവറിൻ്റെ പരാതി, MR അജിത് കുമാറിനെതിരായ ആരോപണം അതൊക്കെ വിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ചില പ്രേക്ഷകരില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇന്നുമുണ്ട്. DGPക്ക് മുന്നിൽ PV അൻവർ MLA-ക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി
ADGP MR അജിത് കുമാർ. PV അൻവറിന് പിന്നിൽ മാഫിയ സംഘങ്ങളുണ്ട് എന്നാണ് MR അജിത് കുമാറിന്റെ മൊഴി. ADGPക്കെതിരെയുള്ള അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് MR അജിത് കുമാറിന്റെ മൊഴി. കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് പിന്നിൽ. മലപ്പുറം ജില്ലയിൽ നടന്ന സ്വർണ്ണവേട്ടയും പ്രതികാരത്തിന് കാരണമായെന്ന് MR അജിത് കുമാർ ആരോപിച്ചു. തന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച എല്ലാ രേഖകളും നൽകാമെന്ന് MR അജിത് കുമാർ DGPയെ അറിയിച്ചു. CBI മാതൃകയിൽ ചോദ്യങ്ങൾ എഴുതി നൽകണം, ആരോപണങ്ങൾക്ക് മറുപടി രേഖാമൂലം നൽകാൻ അവസരമൊരുക്കണമെന്നും ആവശ്യം. മൊഴിയെടുപ്പിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ചോദ്യമുണ്ടായില്ല. അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. അന്വേഷണം ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണം പ്രഹസനമാണ്. അന്വേഷകർ അവരെ അതേ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരെ എല്ലാ ദിവസവും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരായിട്ട് എന്ത് അന്വേഷണം നടക്കുന്നത്? ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഈ അന്വേഷണം പ്രഹസനാണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എന്ത് ചോദിക്കണമെന്ന് പോലും മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിലപ്പുറം കടക്കാൻ DGPക്ക് സ്വാതന്ത്ര്യമില്ല. UPയേക്കാൾ RSSന് സ്വാധീനം കേരളത്തിലാണ്. MR അജിത് കുമാർ നൽകിയ പരാതിയിലാണ് ഇന്നലെ DGP മൊഴിയെടുത്തത്. PV അൻവറിന്റെ പരാതിയിലെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പിന്നാലെ നടക്കും. 24 തിരുവനന്തപുരം. സീതാറാം യെച്ചൂരിക്ക് വിട. അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട ചൊല്ലുകയാണ് പ്രിയപ്പെട്ടവർ. ഇന്ന് വൈകിട്ട് ഡൽഹി വസന്ത് കുഞ്ചിലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ 11 മണി മുതൽ AKG ഭവനിൽ പൊതുദർശനം ഉണ്ടാകും. പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഡൽഹിയിലെത്തി. എയിംസിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വൈകിട്ട് 4 മണിയോടെ JNU വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിലെത്തിക്കും. യെച്ചൂരി എന്ന തീപ്പൊരി നേതാവിനെ സമ്മാനിച്ച വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ 15 മിനിറ്റോളം പൊതുദർശനം. ശേഷം വസന്ത് കുഞ്ചിലെ വസതിയിലേക്ക് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും നേതാക്കളും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. നാളെ രാവിലെ 8 മണിയോടെ വീട്ടിൽ നിന്ന് മൃതദേഹം CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലെത്തിക്കും. 11 മണി മുതൽ 3 മണി വരെ പൊതുദർശനം. പിന്നീട് വിലാപയാത്രയായി തിരികെ എയിംസിലെത്തിക്കും. യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം പഠന ഗവേഷണ ആവശ്യങ്ങൾക്കായി മൃതദേഹം വിട്ടുനൽകും. 24 ഡൽഹി. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗം വലിയ ശൂന്യതയാണ് CPIMന്റെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ PBയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാനാണ് തീരുമാനം. ബൃന്ദ കാരാട്ട്, MA ബേബി, മുഹമ്മദ് സലീം തുടങ്ങിയ പേരുകൾ പരിഗണനയിലുള്ളതായാണ് സൂചന. അടുത്ത വർഷം ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ ചേരുന്ന CPIM പാർട്ടി കോൺഗ്രസിൽ പാർട്ടി നയം അനുസരിച്ച് 3 ടേം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനിരിക്കെയാണ് സീതാറാം യെച്ചൂരിയുടെ അപ്രതീക്ഷിത വിയോഗം. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട രേഖകളടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കേണ്ട ചുമതല ജനറൽ സെക്രട്ടറിയുടേതാണ്. ഈ സാഹചര്യത്തിൽ സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ PBയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാനാണ് ആലോചന. നിലവിൽ പാർട്ടി സെന്ററിൽ പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന അംഗം ബൃന്ദ കാരാട്ടാണ്. എന്നാൽ പ്രായപരിധി നിബന്ധന കർശനമായി പാലിക്കാൻ നിശ്ചയിച്ചാൽ ബൃന്ദ കാരാട്ട് അടക്കമുള്ള 7 നേതാക്കൾ അടുത്ത പാർട്ടി കോൺഗ്രസോടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണം. ഈ സാഹചര്യത്തിൽ മുഹമ്മദ് സലീം, MA ബേബി, A വിജയരാഘവൻ എന്നിവരുടെ പേരുകളും ഉയർന്നുവരാനിടയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൽക്കാലിക ചുമതലയാകും ഒരാൾക്ക് നൽകുകയെന്നും പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറി നിശ്ചയിക്കുമെന്നുമാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒരാഴ്ചയ്ക്കകം PB യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയാകും തീരുമാനത്തിന് അംഗീകാരം നൽകുക. 24 ഡൽഹി. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ കമന്റ് ബോക്സിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഒരുപാട് കമന്റുകളുണ്ട്, അത് വായിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും ഒക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണ്. പരസ്യത്തിൻ്റെ ഇടയിൽ കുറച്ച് ന്യൂസ് കൂടി കാണിച്ചാൽ നന്നായിരുന്നു എന്നുള്ള നിയാസ് മുഹമ്മദിൻ്റെ വിമർശനം കാണുന്നുണ്ട്. ഓണക്കാലമായതുകൊണ്ട് അല്പം പരസ്യം കൂടുതലുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ വാർത്തകളെല്ലാം കൃത്യമായി സമഗ്രതയോടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ തരികയാണ്. സനിത എസിനെ പോലുള്ള പ്രേക്ഷകർ, അതുപോലെ ആൽസ്വിയെ പോലുള്ള പ്രേക്ഷകരൊക്കെ പ്രിയ സഖാവിന് ആദരാഞ്ജലികൾ പറയുന്നു. സീതാറാം യെച്ചൂരിയുടെ വിയോഗമുണ്ടാക്കിയ നഷ്ടത്തെക്കുറിച്ച് കുറിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് വസന്തകുമാരിയെ പോലുള്ള പ്രേക്ഷകർ ഈ വാർത്താ യാത്രയ്ക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീർ മണ്ണാർക്കാടിനെ പോലുള്ള പതിവ് പ്രേക്ഷകരുമൊക്കെ ഈ വാർത്താ യാത്രയ്ക്കൊപ്പം ചേരുന്നുണ്ട്. അത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെ. ഓണക്കോടി എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് ഷാനുവിനെ പോലുള്ള പ്രേക്ഷകർ. കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് തുടരുക. അടുത്ത വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ വായ്പകൾ കേരള സഹകരണ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് എഴുതിത്തള്ളും.
നടപടികൾ പൂർത്തിയാക്കി വായ്പയെടുത്ത കർഷകരുടെ പ്രമാണങ്ങളടക്കമുള്ള രേഖകളും ഓണസമ്മാനവും വിതരണം ചെയ്യും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, വിവരങ്ങൾ എന്താണ്? അലക്സ്. ശ്രീജിത്ത്, പുഞ്ചിരിവട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച് ആ ദുരന്ത ബാധിതരായി ഈ ബാങ്കിൽ നിന്ന്, അതായത് കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആളുകൾക്ക് സമാശ്വാസ നടപടിയുമായി ബാങ്ക് രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേരള സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അത്തരം വായ്പകൾ മുഴുവൻ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ദുരിതബാധിത പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഈ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകളാണ് പൂർണ്ണമായി എഴുതിത്തള്ളാൻ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാനും അതുപോലെ വായ്പ എടുത്ത കർഷകരുടെ പ്രമാണങ്ങൾ അടക്കമുള്ള രേഖകൾ തിരികെ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം ഓണസമ്മാനം കൂടി വിതരണം ചെയ്യാൻ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് സംഭാവനയും നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് വായ്പകൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം. നേരത്തെ കേരള ബാങ്കും സമാനമായ തീരുമാനം എടുത്തിരുന്നു. സംസ്ഥാന ബാങ്കേഴ്സ് തല സമിതി മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ദുരിതബാധിത മേഖലയിലെ വായ്പ എടുത്തിട്ടുള്ളവർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഈ കാർഷിക ഗ്രാമവികസന ബാങ്ക് കൂടി അത്തരത്തിൽ ആശ്വാസകരമായ ഒരു നടപടി സ്വീകരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 3:30 മണിക്ക് ബാങ്കിന്റെ പ്രസിഡന്റ് ഷാജി മോഹൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇൻഡിഗോയും ഇ.പി. ജയരാജനും തമ്മിലുണ്ടായിരുന്ന പിണക്കം നമുക്കറിയാം. 2 വർഷത്തെ ബഹിഷ്കരണം അവസാനിപ്പിച്ച് CPIM നേതാവ് ഇ.പി. ജയരാജൻ ഇൻഡിഗോ വിമാനത്തിൽ കയറി. സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കരിപ്പൂരിൽ നിന്നാണ് ഇ.പി. ജയരാജൻ ഡൽഹിയിലെത്തിയത്. സമരത്തെക്കാൾ വലുത് സീതാറാം യെച്ചൂരി എന്നായിരുന്നു ഇൻഡിഗോ യാത്രയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇ.പി. ജയരാജന്റെ മറുപടി. ഒടുവിൽ ഇൻഡിഗോ വിമാന കമ്പനിയുമായുള്ള പിണക്കം അവസാനിപ്പിച്ച് ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിയിട്ടതിന് പിന്നാലെയാണ് ഇൻഡിഗോ വിമാന കമ്പനി ഇ.പി. ജയരാജന് 3 ആഴ്ചത്തെ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. നടപടി പ്രകോപനമായതോടെ ഇനി ഇൻഡിഗോയിൽ യാത്രയില്ലെന്ന് ഇ.പി.യുടെ ശപഥം. 2 വർഷത്തിനിപ്പുറം സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഡൽഹി യാത്രയ്ക്കായി മനം മാറ്റം. ഏത് സമരങ്ങളും ഉണ്ടാകുന്നതും ഞാനൊരു നിലപാട് സ്വീകരിച്ചതും അന്നത്തെ ഭൗതിക സാഹചര്യമാണ്. ആ ഭൗതിക സാഹചര്യത്തിനനുസരിച്ച് അന്ന് ഞാനൊരു നിലപാടെടുത്തു. അത് തികച്ചും ശരിയാണ്. ഇന്ന് ഞാൻ എടുത്ത നിലപാടും ഇന്നത്തെ ഭൗതിക സാഹചര്യത്തിൽ തികച്ചും ശരിയാണ്. പാർട്ടിയുമായുള്ള അകൽച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ വ്യക്തത വരുത്താതെ എല്ലാം പിന്നീട് പറയാമെന്ന് സസ്പെൻസ് ഒളിപ്പിച്ച മറുപടി. വിമാനയാത്രാഘട്ടത്തിലെ രാഷ്ട്രീയ റോളല്ല ഇപ്പോൾ ഇ.പി.യുടേത്. പദവി നഷ്ടവും പാർട്ടിയോടുള്ള പ്രതിഷേധവും. മുഖ്യമന്ത്രിക്കായി അന്ന് പോരിനിറങ്ങിയ ഇ.പി. നേതൃത്വം കൈവിട്ട് ഒറ്റപ്പെട്ട വേളയിലാണ് ബഹിഷ്കരണം അവസാനിപ്പിക്കുന്നതെന്നത് മറ്റൊരു രാഷ്ട്രീയ കൗതുകം. 24 കണ്ണൂർ. താരസംഘടനയിൽ പിളർപ്പ് എന്ന വാദം തള്ളി അമ്മ താൽക്കാലിക ഭരണസമിതി. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ അമ്മയിലെ അംഗങ്ങൾ ആരെയും സമീപിച്ചിട്ടില്ല എന്ന് കമ്മിറ്റി അംഗം വിനു മോഹൻ 24നോട് പറഞ്ഞു. അമ്മയ്ക്ക് ബദലായി ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് സംഘടനയുടെ തകർച്ചയിലേക്ക് നയിക്കും എന്നാണ് വിലയിരുത്തൽ. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ 20 അഭിനേതാക്കൾ തന്നെ സമീപിച്ചെന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ വെളിപ്പെടുത്തലാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. താരങ്ങളുടെ പേരുകൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ ട്രേഡ് യൂണിയൻ ആശയത്തിന് പിന്നിൽ അമ്മയിലെ വിമത വിഭാഗം നേതാക്കൾ എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ അമ്മയിൽ പിളർപ്പില്ലെന്നും ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ഫെഫ്ക ജനറൽ സെക്രട്ടറിയെ സമീപിച്ചത് സംഘടനയ്ക്ക് പുറത്തുള്ള താരങ്ങളായിരിക്കാമെന്നും അമ്മ അഡോക് കമ്മിറ്റി അംഗം വിനു മോഹൻ 24നോട് പറഞ്ഞു. ഈ തരത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു പിളർപ്പിലേക്കോ അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾ ആരും ഈ തരത്തിൽ ഒരു മൂവ്മെന്റിലേക്കും പോയിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. നമുക്കങ്ങനെ ഒരു അറിവും കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് കൃത്യമായി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നമ്മുടെ അംഗങ്ങൾ മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ അറിയിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്, എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും. എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും തകർത്താണ് ഫെഫ്ക നിലനിൽക്കുന്നതെന്നും അതിൽ പ്രധാനി ബി ഉണ്ണികൃഷ്ണനാണെന്നും ആഷിഖ് അബു വിമർശിച്ചു. ഈ ട്രേഡ് യൂണിയനുകൾ, ഒരു ട്രേഡ് യൂണിയൻ മാത്രം പോരാ ഇവിടെ. അതാണ് ഞങ്ങൾ എല്ലാവരും എതിർക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളെയും തകർത്തുകൊണ്ടാണ് ഫെഫ്ക എന്ന് പറയുന്ന സംഘടന നിലനിൽക്കുന്നത്. ഇപ്പോൾ അതിന്റെ പ്രധാന നേതാവ് ശ്രീ ബി ഉണ്ണികൃഷ്ണനാണ്. അമ്മയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ ജനറൽ ബോഡി യോഗം ഉടൻ ചേരും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും വിനു മോഹൻ വ്യക്തമാക്കി. നേതൃത്വം തള്ളുമ്പോഴും കൂടുതൽ അഭിനേതാക്കളെ ഒപ്പം നിർത്തി ട്രേഡ് യൂണിയൻ എന്ന ആശയം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിമതരുടെ നീക്കം. 24 കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിപുലമായ മൊഴിയെടുപ്പിന് പ്രത്യേക അന്വേഷണ സംഘം. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ 50 പേരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കും. 4 സംഘങ്ങളായാകും മൊഴിയെടുപ്പ് നടക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ 50 പേരെയും നേരിട്ട് കണ്ട് പ്രത്യേകം മൊഴി രേഖപ്പെടുത്തും. 4 സംഘങ്ങളായി തിരിഞ്ഞ 10 ദിവസത്തിനകം മൊഴിയെടുപ്പ് പൂർത്തിയാക്കാനാണ് തീരുമാനം. സ്വകാര്യത പൂർണ്ണമായും ഉറപ്പിക്കുന്ന രീതിയിലായിരിക്കും നടപടികൾ പൂർത്തിയാക്കുക. സർക്കാർ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരിട്ട നടപടികളിലേക്ക് കടക്കുന്നത്. റിപ്പോർട്ടിൽ SIT എന്ത് നടപടി സ്വീകരിച്ചുവെന്ന സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ടിൽ നേരിട്ട് ഇടപെടൽ നടത്തി വിമർശനങ്ങൾ ഒഴിവാക്കാനാണ് സർക്കാർ നീക്കം. 24 തിരുവനന്തപുരം. ആലപ്പുഴ കലവൂരിൽ 73-കാരി സുഭദ്രയെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയെന്ന് പ്രതികൾ. നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപാതകമെന്ന് മാത്യൂസും ശർമിളയും ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വെളിപ്പെടുത്തി. ശർമിളയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചു. കർണാടകത്തിൽ നിന്ന് ഇന്ന് രാവിലെ ആലപ്പുഴയിൽ എത്തിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറെ അടുപ്പമുണ്ടായിരുന്ന സുഭദ്രയെ എന്തിന് കൊന്നു കുഴിച്ചുമൂടി എന്നായിരുന്നു സംശയം. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് കൊലപാതകമെന്ന് പ്രതികൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്ന ആ 2 പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടതെന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റേതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ അന്വേഷിക്കാനുണ്ട്. മർഡർ ഫോർ ഗെയിൻ. കഴിഞ്ഞ മാസം 7-ന് രാത്രിയായിരുന്നു കൊലപാതകം. അമിതമായി മദ്യപിച്ച മാത്യുവും ശർമിളയും കഴുത്ത് ഞെരിച്ചും നെഞ്ചിൽ ചവിട്ടി വാരിയെല്ലുകൾ തകർത്തുമാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത്. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം സാധൂകരിക്കുന്നതാണ് പ്രതികളുടെ മൊഴികൾ. ഒളിവിൽ പോയ പ്രതികൾ ഉടുപ്പിയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തുമെന്ന നിഗമനത്തിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘം അവിടെ എത്തി. പിടിയിലാകുമ്പോഴും പ്രതികൾ മദ്യപിച്ചിരുന്നു. ഇന്നലെ ഉച്ചയോടെ കർണാടകത്തിലെ മണിപ്പാലിൽ നിന്ന് പിടികൂടിയ പ്രതികളെ രാവിലെ 9ഓടെയാണ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. സുഭദ്രയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചു. കർണാടക ഉടുപ്പി സ്വദേശിയാണ് ശർമിള എന്നാണ് ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ എറണാകുളം തോപ്പുംപടി സ്വദേശിയാണെന്നാണ് തുടരന്വേഷണത്തിലെ കണ്ടെത്തൽ. 6-ാം വയസ്സിലാണ് അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ശർമിളയും കുടുംബവും ഉടുപ്പിയിലെത്തിയത്. 6 വർഷം മുൻപ് എറണാകുളത്തേക്ക് മടങ്ങിയെത്തി. തുടർന്നായിരുന്നു സുഭദ്രയുമായുള്ള സൗഹൃദവും മാത്യുവുമായുള്ള വിവാഹവും. 24 ആലപ്പുഴ. കമന്റ് ബോക്സിൽ മണി ബിന്ദു എന്ന് പറയുന്ന പ്രേക്ഷകർ കുറിക്കുന്നു. ഖത്തറിൽ നിന്ന് അയക്കുകയാണ്. ഓണാശംസകൾ എല്ലാ പ്രേക്ഷകരോടും പറയണം, ഒഴിവാക്കരുതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് മണി ബിന്ദുവിൻ്റെ ഓണാശംസ എല്ലാവർക്കും മുമ്പിലേക്ക് വെക്കുകയാണ്. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണം. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 2ാം പ്രതി അനിതാ കുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന കുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിലായിരുന്നു കൂടുതൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസ് കോടതിയെ സമീപിച്ചത്. കേസിൽ തുടരന്വേഷണത്തിനായി 10 ദിവസത്തേക്ക് സമയം ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയിൽ വാദം കേട്ട കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകുകയായിരുന്നു. 2ാം സാക്ഷിയായ കുട്ടിയുടെ പിതാവിന്റെ രഹസ്യമൊഴിയെടുത്ത ശേഷമാകും തുടരന്വേഷണ കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം കേസിലെ പ്രതികളായ പത്മകുമാറും അനിതാകുമാരിയും ജാമ്യം ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ അനിതാകുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കേസിലെ 3ാം പ്രതി അനുപമയ്ക്ക് നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു. 24 കൊല്ലം. കോഴിക്കോട് സിനിമാ സെറ്റിൽ ഗുണ്ടാക്രമണം. പ്രൊഡക്ഷൻ മാനേജരായ ജിബു ടിയെ 5-അംഗ സംഘം മർദ്ദിച്ചു. ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. ഷെയ്ൻ നിഗം ചിത്രമായ ഹാലിന്റെ ചിത്രീകരണത്തിനിടെയാണ് സംഭവമുണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? ഇങ്ങനൊരു മർദ്ദനത്തിനുള്ള കാരണം എന്താണ്? പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അഭിജിത്ത്? TK, നിലവിൽ പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയോടെയാണ്. ഷെയ്ൻ നിഗം നായകനായ ഹാൽ എന്ന സിനിമയുടെ ചിത്രീകരണം കോഴിക്കോട് മലാപ്പറമ്പിലുള്ള ഇക്ര ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കെട്ടിടത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്കാണ് 5-അംഗ സംഘം എത്തുകയും ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ മാനേജറായ TT ജിബുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. നേരത്തെ ഈ ചിത്രത്തിന്റെ ഈ സിനിമയുടെ ആവശ്യാർത്ഥം ഒരു വാഹനം എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഈ സംഘർഷം ഉണ്ടായതെന്നും പോലീസ് പറയുന്നുണ്ട്. ഈ TT ജിബുവിന്റെ ശരീരത്തിലാകമാനം ഇവർ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ചികിത്സയിലാണ്. ഏതായാലും 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്: അബി ഹംദാൻ, ഷബീർ, ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 3 പേർ. ഇങ്ങനെ 5 പേർക്കെതിരെയാണ് നിലവിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. TK. ശരി, അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്. അദാനി ഗ്രൂപ്പിന് ബന്ധമുള്ള സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ഹിൻഡൻബർഗ്. $310 മില്യൺ മരവിപ്പിച്ചുവെന്നാണ് ആരോപണം.
എന്നാൽ ആരോപണം അദാനി ഗ്രൂപ്പ് നിഷേധിച്ചു. സ്വിസ് മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് ഹിൻഡൻബർഗ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് 2021 രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടിയെന്നാണ് വെളിപ്പെടുത്തൽ. അദാനിയുടെ നേതൃനിരയിലുള്ളയാൾക്ക് ബന്ധമുള്ള ഫണ്ടുകളുടെ 6 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇതിലൂടെ കോടികളുടെ പ്രതിസന്ധിയാണ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് വെളിപ്പെടുത്തൽ. എന്നാൽ ആരോപണം ശുദ്ധ നുണയാണെന്ന് അദാനി ഗ്രൂപ്പ് വിശദീകരിച്ചു. ആരോപിക്കപ്പെട്ട പോലൊരു കേസും നിലവിലില്ല. യാതൊരു വിവരശേഖരണവും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഏജൻസി നടത്തിയിട്ടില്ലെന്നും അദാനി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ പറയുന്നു. 24 മുംബൈ. മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇനി സംഘർഷത്തിന് ശമനമില്ലാതെ മണിപ്പൂർ. ജിരിബാമിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം അക്രമികൾ കത്തിച്ചു. ചുരാചന്ദ്പൂരിൽ ആശുപത്രി ജീവനക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായി. സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നോർത്ത് ഈസ്റ്റ് വിദ്യാർത്ഥി യൂണിയൻ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. മണിപ്പൂരിൽ നിരോധനാജ്ഞ തുടരുന്നതിനിടെയാണ് വീണ്ടും ആക്രമണം. ജിരിബാം ജില്ലയിലെ ബൊറോബെക്രയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം കലാപകാരികൾ കത്തിച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് ഔട്ട്പോസ്റ്റിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള ആരോഗ്യ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ചുരാചന്ദ്പൂരിലെ ആശുപത്രിയിലെ ജീവനക്കാരെയും ആക്രമിച്ചു. ഇതിനെതിരെ ആശുപത്രിയിലെ ജീവനക്കാർ പ്രതിഷേധിച്ചു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മൗനം അവസാനിപ്പിച്ച് മണിപ്പൂർ സന്ദർശിക്കണമെന്ന നോർത്ത് ഈസ്റ്റ് വിദ്യാർത്ഥി യൂണിയൻ ആവശ്യപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നോർത്ത് ഈസ്റ്റ് വിദ്യാർത്ഥി യൂണിയൻ കത്ത് നൽകി. 5 ജില്ലകളിൽ നിലവിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ഈ മാസം 15 വരെ ഇന്റർനെറ്റ് സേവനങ്ങൾക്കും മണിപ്പൂരിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. 24 ഡൽഹി. ഇടുക്കി കുമളിയിൽ പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരതയ്ക്കിരയായി ആരോഗ്യ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഷഫീഖിനെ മലയാളി മറന്നിട്ടുണ്ടാവില്ല. ഷഫീഖിനെ പരിചരിക്കാൻ സർക്കാർ തിരഞ്ഞെടുത്ത രാഗിണി 11 വർഷമായി പോറ്റമ്മയായി ഷഫീഖിന് ഒപ്പമുണ്ട്. രാഗിണിക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയുടെ കാര്യത്തിൽ വർഷങ്ങൾക്ക് ശേഷം തീരുമാനമായിരിക്കുകയാണ്. സർക്കാർ ജോലി ലഭിച്ചെങ്കിലും ഷഫീഖിനെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോയി ജോലി ചെയ്യാൻ കഴിയില്ല എന്നാണ് രാഗിണി പറയുന്നത്. 24 എക്സ്ക്ലൂസീവ്. ആഗസ്റ്റ് 15 രാഗിണി ആദ്യമായി ഷഫീഖിനെ കാണുന്നത്. ആശുപത്രി കിടക്കയിൽ മുറിവുകളുമായി ചലനമറ്റ് കിടന്ന ആ 4 വയസ്സുകാരനെ വാവച്ചി എന്ന് വിളിച്ച് രാഗിണി പോറ്റമ്മയായി. പിതാവിൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമായ മർദ്ദനത്തിനിരയായി ആശുപത്രിയിൽ കഴിഞ്ഞ ഷഫീഖിനെ ഏറ്റെടുക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഷഫീഖിന് കെയർടേക്കറെ നൽകാൻ അന്നത്തെ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇടുക്കി ഏലപ്പാറയിലെ അംഗൻവാടിയിൽ ഹെൽപ്പറായിരുന്ന രാഗിണി ഷഫീഖിന് അമ്മയായി മാറിയത്. വാവച്ചിന് ICU കയറി ഞാനും എൻ്റെ അപ്പായും ജോസാറും കാണുകയാണ്. അന്നാണ് വാവച്ചന് ഉമ്മ കൊടുത്തതും അവൻ്റെ മണം എന്താണെന്നറിഞ്ഞതും അവൻ്റെ അവസ്ഥ എന്താണെന്നറിഞ്ഞതുമല്ല. പക്ഷെ ഒരിക്കലും ഓർത്തില്ല ഇത്ര കാലം നീണ്ടുപോകുന്നു. ഒരു കെയർ ടേക്കർ പോയ രാഗിണി ഒരു പുറലോകം, അതായത് ഞങ്ങളുടെ ഏറിയ അറിയാമല്ലോ, അത് വലിയ പുറലോകമൊന്നും അറിയില്ല. അംഗൻവാടി ജോലി, വീട്, അംഗൻവാടി ജോലി, അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയായി മാറുമെന്ന് ഒരിക്കലും ഓർത്തിട്ടില്ല. 2014 ഷഫീഖിനെ തൊടുപുഴ അല്ലസർ ആശുപത്രി ഏറ്റെടുത്തു. ഷഫീഖിന് പ്രത്യേക താമസ സൗകര്യവും തുടർ ചികിത്സയും നൽകി. അവിവാഹിതയായ രാഗിണി ഷഫീഖിനൊപ്പം കഴിഞ്ഞ 11 വർഷമായി കാവലായുണ്ട്. 1 മാസത്തേക്ക് കെയർടേക്കറായി വന്ന രാഗിണിക്ക് ആദ്യത്തെ മാസം മാത്രമാണ് സർക്കാർ ആനുകൂല്യം ലഭിച്ചത്. വൈകിയാണെങ്കിലും സർക്കാരിൽ നിന്ന് ലഭിച്ച നിയമനത്തിൽ സന്തോഷമുണ്ട്. ഷഫീഖിനെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാനാകില്ലെന്ന് രാഗിണി. ഞാൻ കൊച്ചിനെ ഇട്ടിട്ട് ജോലിക്ക് പോകണോ? അതാണ് എൻ്റെ ചോദ്യം. ആര് പോകാൻ പറഞ്ഞാലും എൻ്റെ കൊച്ചിന് ദോഷം വരുന്ന രീതിയിൽ ഞാൻ തീരുമാനം എടുക്കത്തില്ല. എനിക്ക് ജോലിയല്ല, എന്നെ കെയർ ടേക്കറായിട്ട് നിലനിർത്തി, ഒരു അറ്റൻഡർ പോസ്റ്റായിട്ട് നിലനിർത്തി അവൻ്റെ കൂടെ തന്നെ അവൻ്റെ അമ്മയായിട്ട് എനിക്ക് ജീവിക്കണം. ഷഫീഖിനൊപ്പം നിൽക്കുന്ന തരത്തിൽ നിയമന സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കൂ എന്ന നിലപാടിലാണ് രാഗിണി. വൈകി ലഭിച്ച നിയമനത്തിൽ രാഗിണിക്ക് സന്തോഷമുണ്ട്. അപ്പോഴും ഷഫീഖിനെ പിരിഞ്ഞ് മറ്റൊരു ഓഫീസിൽ ജോലിക്ക് പോകാൻ രാഗിണിക്ക് കഴിയില്ല. ഷഫീഖിനൊപ്പം നിൽക്കാൻ അനുവദിക്കുന്ന തരത്തിലൊരു നിയമനം ഉണ്ടാകണമെന്നുള്ളതാണ് രാഗിണിയുടെ ആവശ്യം. MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ. ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി കിടക്കാനുള്ള സമയമായിരിക്കുകയാണ്. മുഹമ്മദ് റഫീഖ് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, ജർമ്മനിയിലാണ് താമസം, ഒരുപാട് കാലമായി ജർമ്മനിയിൽ നിന്ന് 24ൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. എല്ലാ പ്രേക്ഷകർക്കും റഫീഖിൻ്റെ ഓണാശംസകൾ അറിയിക്കണമെന്ന് പറയുന്നു.
ഓണത്തിരക്കാണ്, അല്പം വൈകിപ്പോയി ഈ വാർത്താ യാത്രയ്ക്കൊപ്പം ചേരാനെന്ന് ശ്രീരാജിനെ പോലുള്ള പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ കമന്റ് ബോക്സിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. സനിത എസ് എന്ന് പറയുന്ന പ്രേക്ഷകൻ എനിക്ക് ഓണാശംസകൾ നേരുന്നുണ്ട്. സന്തോഷം, സ്നേഹം. റിബി മാത്യു എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, UAE നിന്ന് അയക്കുന്ന സന്ദേശമാണ്. 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ പറയണം. അത് TV-യിൽ കാണാനായി അദ്ദേഹം കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. റിബി മാത്യു അങ്ങനെ ഒരു സന്ദേശം അയക്കുന്നുണ്ട്. 24-ന്റെ ഓണപരിപാടികൾ എങ്ങനെയാണ് എന്ന് സുഹറ മുഹമ്മദ് എന്ന് പറയുന്ന പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. തിരുവോണ ദിനത്തിലും അതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ വിപുലമായി ചില പ്രത്യേക പരിപാടികൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ സമയക്രമമൊക്കെ ഞങ്ങളുടെ സ്ക്രീൻ ശ്രദ്ധിച്ചാൽ, 24-ന്റെ സ്ക്രീൻ ശ്രദ്ധിച്ചാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും സമയം ഏതാണ് എന്ന് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുക പ്രായോഗികമാണ്. അങ്ങനെ ആശംസകൾ നേരുന്നുണ്ട് മുഹമ്മദ് ജുനൈദിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് കായിക വിശേഷത്തിലേക്കാണ്. ISL കിരീടം നിലനിർത്താൻ മുംബൈ സിറ്റി FC-ക്കാകുമെന്ന് പരിശീലകൻ പീറ്റർ ക്രാറ്റ്കി പറയുന്നു. ലീഗ് കൂടുതൽ കടുപ്പമേറിയതാകുകയാണെന്നും ഇത് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണകരമാകുമെന്നും അദ്ദേഹം 24-നോട് പറഞ്ഞു. ISL-ലെ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റിയുടെ പരിശീലകൻ പീറ്റർ ക്രാറ്റ്കി ഇപ്പോൾ 24-നൊപ്പം ചേർന്നു. ഹായ് പീറ്റർ, ഇറ്റ്സ് എ ഫണ്ടാബുലസ് സീസൺ ഫോർ യു. Came in midway and conquered the league. Yeah, it was good. I thought we will win the Shield as well, but unfortunately we were short there. But we regroup and get the title, get the big trophy. So I'm very happy how the last season ended up. Actually, it is more difficult to defend the title. For me, it's, everything is difficult. You come to the half season, it's not easy. You don't know the country, you don't know the players and stuff. So that wasn't easy either. But I like the challenges, that's what makes us better. How's your preparations and pre-seasons going? Yeah, it's doing very well. We went to Thailand with the group. We have group together. So I'm very happy how we're progressing. Obviously, there's a lot of things that needs to still improve, but so far I'm very happy. And then Super League getting more tougher and tougher. Do you expecting more challenges this season? Yeah, of course. I said there is a minimum 8 teams in contention to get in the finals. So it's just exciting for the fans and for the football overall in India. Because it's not just 1 or 2 teams who will lead the league, but there is more teams in contention. So it's exciting time. I can't wait to start the first game and see how we're going. All the best for the new season. Thank you. All the best. Thank you. പീറ്റർ ക്രാക്കിയാണ് സംസാരിച്ചത്. 24-നൊപ്പം പുതിയ സീസണെ കുറിച്ച് പറയുകയായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ കിരീടം നിലനിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, പക്ഷേ കഴിവിൻ്റെ പരമാവധി അത് പുറത്തെടുക്കും. ആ ചലഞ്ച് നേരിടുമെന്ന് തന്നെയാണ് പീറ്റർ ക്രാക്കി 24-നൊപ്പം സംസാരിച്ചത്. കൊച്ചിയിൽ നിന്ന് അധീഷിനൊപ്പം അനിൽ വാസുദേവ്, 24. പിഞ്ചു കുഞ്ഞിനെ കൊന്നുകളയുന്ന അമ്മമാരുള്ള കാലത്ത് ഷഫീഖിനെ പൊന്നുപോലെ നോക്കുന്ന അമ്മ ഒരു ഭാഗ്യം തന്നെയാണ് എന്ന് പറയുന്നു ലിൻഡ ജോണി എന്ന് പറയുന്ന പ്രേക്ഷക. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. ഇനി നമ്മളൊരു ഓണവിശേഷത്തിലേക്കാണ് പോകുന്നത്. അത് ഓണവിശേഷം മാത്രമല്ല, വലിയൊരു സൗഹൃദത്തിൻ്റെ കഥ കൂടിയാണ്. ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്ന സൗഹൃദങ്ങൾ വളരെ വലുതാണ്. അങ്ങനെ ദിവസവും ട്രെയിൻ യാത്രയിൽ ഒന്നിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറിലായിരുന്നു വ്യത്യസ്തമായ ഓണാഘോഷം. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഓണാഘോഷം തകർക്കുകയാണ്. ഇതിനിടയിൽ ഈ ട്രെയിനിൽ കണ്ടുമുട്ടുന്ന ചില യാത്രക്കാർ അവർ കൂടി ഒരു അപൂർവ ഒരു സംഗമം, അതായത് ഒരു ഓണാഘോഷം ഈ ട്രെയിനിൽ തന്നെ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഓണം കളറാക്കാണ്. പൂക്കളൊക്കെ അലങ്കരിച്ച് മാവേലിയൊക്കെയായിട്ടാണ് ഈ യാത്ര തുടരുന്നത്. കയറുന്ന യാത്രക്കാർക്ക് പോലും കാണുമ്പോൾ ഒന്നും ഞെട്ടും, അല്ലേ മാവേലി? അതെ, എല്ലാവരും വളരെ സന്തോഷത്തോടെ ആഘോഷിക്കണം. പാട്ടുകാരനായ മാവേലിയാണ്. ഒരു പാട്ട് പാടും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവനിലിൽ നീ വരൂ മകം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. എന്തായാലും ഈ ചില യാത്രക്കാർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും സ്ഥിരം യാത്രക്കാരാണ് ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിൽ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ന് ഇവിടുത്തെ കുണ്ടും കുഴിയിൽ നിന്നാണ് തോന്നുന്നു മാവേലി പൊങ്ങി വന്നു. അപ്പം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഈ മാവേലിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട്. തൃശ്ശൂർ ഗുരുവായൂർ യാത്ര വളരെ ദുരിതത്തിലാണ്. അതേപോലെ തന്നെയാണ് ഒരു വന്ദേ ഭാരത് ഞങ്ങൾക്കില്ല.
ഗുരുവായൂർ പാസഞ്ചറിൽ ഞങ്ങൾ ഗുരുവായൂർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് നിർത്തി. അതൊന്നും പുനഃസ്ഥാപിച്ച് തരാൻ പറ്റുമോ എന്നുള്ള മാവേലിയോട് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർക്കുള്ള ഒരു ട്രെയിൻ ഞങ്ങൾ ഇവിടെയുള്ള ഭരണാധികാരികളോട് പറഞ്ഞു മടുത്തു. ഇനി ഞങ്ങൾ യാത്രാ ദുരിതം എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഞങ്ങൾ പണ്ട് മാവേലി നാടിരുന്ന ഒരു കാലം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അപ്പൊ ഈ മാവേലിയോട് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങൾക്ക് ഇത്തവണ ഒരു വന്ദേ ഭാരതും നിർത്തിവെച്ച ട്രെയിനും ഗുരുവായൂർക്കുള്ള ഗുരുവായൂരിന് തിരുനാവായിക്കുള്ള കണക്ടിവിറ്റി, അങ്ങനെ ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങളാണ് മാവേലിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അത് മാവേലി എന്തായാലും ഭരണകർത്താക്കളോട് പറഞ്ഞിട്ട് ഒരു പരിഹാരം മേടിച്ചു തരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെ ഏറ്റവും വലിയ സ്വപ്നമായിട്ട്. മാവേലി ഞങ്ങൾക്കൊന്ന് ഒരു ഭരണകർത്താക്കളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു അവസരം ഒന്ന് മേടിച്ചു തരാമോ? മാവേലിയോടൊക്കെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യാത്രാ ദുരിതമുണ്ട്, പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. പക്ഷേ തെല്ലും പരാതിയും പരിഭവവും ഇല്ലാതെ ഈ ട്രെയിൻ യാത്രയിലും ഓണം അങ്ങനെ ആഘോഷമാക്കുകയാണ്. ഈ തവണത്തെ ഓണം എന്തായാലും കളറാവട്ടെ മാവേലി, അല്ലേ? എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. ക്യാമറാമാൻ വിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. എന്തായാലും ആ ഓണാഘോഷം അതിഗംഭീരമായി. ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഒരു കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. നേരത്തെ ഒരുപാട് പ്രേക്ഷകർ ഓണത്തിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ്, പ്രത്യേക പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ നമ്മൾ സാങ്കേതികമായി എൽ ബാൻഡ് എന്ന് വിളിക്കുന്ന സ്ക്രീനിൻ്റെ ഭാഗത്ത് ഓരോ പരിപാടികളുടെയും സമയം പ്രേക്ഷകർക്ക് കാണാം. അത് 24ലെ പരിപാടിയുടേത് മാത്രമല്ല, ഫ്ലവേഴ്സിലുള്ള പരിപാടികളുടെ സമയവും നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരും ആ പരിപാടികൾ കാണുകയും ചെയ്യണം. ഗുഡ് ആഫ്റ്റർനൂൺ. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാണാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇവിടെ പൂർത്തിയാവുകയാണ്